നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അടുത്ത കാലത്തായി നമുക്ക് ലഭിച്ച സംശയങ്ങളിൽ പലതും പാസ്പോർട്ടോട് ബന്ധപ്പെട്ടതുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നമ്മളെടുത്തൊരു ലോൺ ഇതൊക്കെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കൊറോണ സമയത്ത് ലോൺ എടുത്തു, അല്ലെങ്കിൽ കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിന് എന്തെങ്കിലും നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ചോദ്യമാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി. സാർ നമസ്കാരം. നമസ്കാരം സാർ. സാർ, ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞത് നമുക്ക് ലഭിച്ച നിരവധി ചോദ്യങ്ങളെ ഞാനൊന്ന് ക്രോഡീകരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്തവർ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാത്തവർ വളരെ ചുരുക്കമാണ്. പലപ്പോഴും അവർക്ക് സമയത്ത് അടയ്ക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം. പക്ഷെ അവരവിടെ ഒരു ഗ്യാരണ്ടി ചെക്ക് കൊടുത്തിട്ടുണ്ടാവും. ഗ്യാരണ്ടി ചെക്ക് കൊടുത്തിട്ടായിരിക്കുമല്ലോ. തീർച്ചയായും ആ ഗ്യാരണ്ടി ചെക്ക് ഉപയോഗിച്ചിട്ട് ബാങ്കിന് ഇത് എക്സിക്യൂഷന് പോകാൻ പറ്റുമോ? ബാങ്ക് ചെക്ക് എക്സിക്യൂഷന് പോകാൻ സാധിക്കും. അതൊന്ന്. മറ്റൊന്ന്, ഇപ്പം ഞാനൊരു ഗ്യാരണ്ടി ചെക്ക് കൊടുത്തു, അതിനകത്ത് 1 ലക്ഷം രൂപയാണ് കൊടുത്തത്. ഞാൻ ശരിക്കും ബാങ്കിന് കൊടുക്കാനുള്ളത് ചിലപ്പോൾ ഒരു 50,000 കാണുള്ളൂ, 50,000 കാണുള്ളൂ. ഇവർ എൻ്റെ ആ 1 ലക്ഷം രൂപയുടെ ചെക്ക് വെച്ചിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറേ, ഇതിപ്പം സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് സാർ ചോദിച്ചത്. പ്രായോഗികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബാങ്കുകാർക്ക് സെക്യൂരിറ്റി ചെക്ക് വാങ്ങിച്ചിട്ടാണ് ബാങ്കുകാരെല്ലാം തന്നെ ക്രെഡിറ്റ് കാർഡ് ആയാലും ലോൺ ആയാലും കൊടുക്കുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി ചെക്കിനകത്ത് തുക എഴുതിയുമല്ല കൊടുക്കുന്നത്. സാധാരണ പലരും കൊടുക്കുന്നത് തുക എഴുതിയല്ല. അങ്ങനെ തുക എഴുതിയാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ആ തുക എടുത്തിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ടും ഒപ്പം തന്നെ എത്ര വർഷം കൊണ്ടാണോ അത് അടച്ചു തീർക്കാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുള്ള എഗ്രിമെന്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അത്രയും കാലത്തെ പലിശയും കൂടെ ചേർത്തിട്ടുള്ള തുകയായിരിക്കും സെക്യൂരിറ്റി ചെക്കിനകത്ത് കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എവർ കൊണ്ടുവന്ന് കൊടുക്കുന്ന സെക്യൂരിറ്റി ചെക്ക് എവർ കൊടുക്കാനുള്ള തുകയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതായിരിക്കും പലപ്പോഴും. അപ്പം ബാങ്കിന് ലോൺ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ മാസം മുതൽ അവർ അടവ് തുടങ്ങുകയാണ്, റീപേയ്മെന്റ് തുടങ്ങുകയാണ്. അങ്ങനെ റീപേയ്മെന്റ് തുടങ്ങി ഒരു 10-20 മാസമൊക്കെ അടച്ചു കഴിഞ്ഞു. ആകെ 48 മാസമാണ് ലോണിന്റെ ടെന്യൂർ എന്നിരിക്കട്ടെ. 20 മാസം അവർ അടച്ചു കഴിഞ്ഞു. ഇനി അവർ അടയ്ക്കാനുള്ളത് 28 മാസമാണ്. അപ്പൊ 20 മാസം അടച്ചപ്പം പ്രിൻസിപ്പൽ എമൗണ്ടും പോയി, അതിനോടൊപ്പം അതുവരെയുള്ള പലിശയൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ അവർ ഡിഫോൾട്ട് വരുത്തി എന്നിരിക്കട്ടെ. ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ബാങ്ക് നേരെ കൊണ്ടുപോയി സെക്യൂരിറ്റി ചെക്ക് വെച്ചുകൊണ്ട് കേസ് ഫയൽ ചെയ്യും. ഇതിനു മുമ്പൊക്കെ ആണെങ്കിൽ കോടതികളിൽ, മെയിൻ കോടതികളിൽ കൊണ്ട് കേസ് ഫയൽ ചെയ്യും. ഇപ്പോൾ ആ നിയമം ഇല്ലാത്തത് കൊണ്ട് ചെക്ക് മടങ്ങിയിരിക്കുന്ന ഇൻസഫിഷ്യന്റ് ഫണ്ട് എന്ന കാരണം കിട്ടിയിരിക്കുന്നത് കൊണ്ട് അവർ നേരെ ചെക്ക് എക്സിക്യൂഷന് പോകും. അങ്ങനെ ചെക്ക് എക്സിക്യൂഷന് പോയി ഒട്ടനവധി ആളുകൾക്ക് ട്രാവൽ ബാൻ ഉണ്ടാവുകയും അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത് പലരും കോടതിയെ സമീപിച്ചു. ഇപ്പൊ കോടതിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ബാങ്കിന് കൊടുക്കുന്ന സെക്യൂരിറ്റി ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകൾക്ക് ചെക്ക് എക്സിക്യൂഷൻ ഫയൽ ചെയ്യാൻ സാധ്യമല്ല. അത് തെറ്റാണ്. അപ്പൊ അതിന് നമ്മൾ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യണം. സെക്യൂരിറ്റി ചെക്കാണ്. ആ സെക്യൂരിറ്റി ചെക്കിനകത്ത് എത്രത്തോളം തുക ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുള്ള ലോൺ എമൗണ്ട് ഇത്രയാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ഇത്രയാണ്, അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ചെക്കാണ് എനിക്കെതിരായിട്ട് ചെക്ക് എക്സിക്യൂഷന് വേണ്ടി ഈ ബാങ്ക് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയണം. കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് നിൽക്കത്തില്ല. ഇതും എക്സിക്യൂഷൻ കോർട്ടിലായിരിക്കുമല്ലോ. എക്സിക്യൂഷൻ കോടതിയിലാണ് ഇൻസഫിഷ്യന്റ് ഫണ്ട് ആയതുകൊണ്ട് നിൽക്കുന്നത്. എന്നാൽ ബാങ്കുകാർ ഒരു പുതിയ തന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകാർ, ഇപ്പം ഞാൻ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് 2-3 മാറ്റർ വന്നതിലും മനസ്സിലാക്കിയ സംഭവം ഇതാ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1 ലക്ഷം ദിർഹംസിന്റെ ചെക്കാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. എവർ കൊണ്ടുവന്ന് 60,000 ദിർഹംസിന്റെ കേസ് കോടതി ഫയൽ ചെയ്യും. 40,000 അതിൽ കാണിക്കുന്നില്ല. അവര് പറയുന്നു ഞങ്ങൾക്ക് 60,000 ദിർഹംസ് ഈ ചെക്കിനകത്തുനിന്ന് കിട്ടാനുണ്ട്. അപ്പം ഒരു നിയമം ഉണ്ടായിരുന്നു നേരത്തെ. ഈ ചെക്ക് നമ്മൾ കൊണ്ടുവന്ന് ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്ര തുകയുണ്ടോ അത്രയും തുക ആ ബെനിഫിഷ്യറിക്ക് ബാങ്കിന് കൊടുക്കാം. ഇപ്പൊ 1 ലക്ഷത്തിന്റെ ചെക്ക് പാസ്സാക്കി, 1 ലക്ഷം ബാങ്കിലില്ല, 40,000 ബാങ്കിലുണ്ട്. 40,000 ആ ആളിന് കൊടുക്കാം, ചെക്ക് പ്രസന്റ് ചെയ്ത ആളിന് കൊടുക്കാം. ബാക്കി 60,000ത്തിന്റെ ബൗൺസ് കാണിച്ചാൽ മതി. അപ്പൊ ചെക്കിനകത്ത് പ്രത്യേകിച്ച് ബാങ്ക് മെൻഷൻ ചെയ്യും, ചെക്ക് ഈസ് പ്രസന്റഡ് ഇൻ ദ ബാങ്ക് ആൻഡ് ദർ വാസ് ആൻ എമൗണ്ട് ഓഫ് 40,000 ഇൻ ദ അക്കൗണ്ട് ഓഫ് ദ പാർട്ടി ആൻഡ് ദാറ്റ് എമൗണ്ട് ഹാസ് ബീൻ പെയ്ഡ് ടു ദ ബെനിഫിഷ്യറി ആൻഡ് ദ ബാലൻസ് എമൗണ്ട് ഡ്യൂ ടു ദ ബെനിഫിഷ്യറി ഈ 60,000 എന്ന് കാണിക്കാം. അങ്ങനെ കാണിച്ച്
തിരിച്ച് ബാങ്കിന് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ആ 60,000 മാത്രമാണ് എക്സിക്യൂഷൻ നടപടി നിലനിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ബാങ്കുകാർ കൊണ്ടുവന്നിട്ട് 1,00,000 സെക്യൂരിറ്റി ചെക്ക് കൊണ്ടുവന്ന് കൊടുത്താൽ അത് തള്ളിപ്പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ 60,000 70,000 കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് അത് കാണിക്കുമ്പം ആ എക്സിക്യൂഷൻ അവിടെ നിലനിൽക്കും. അങ്ങനെ നിലനിന്ന് കഴിയുമ്പോഴും ബാങ്കുകാർക്ക് ബാക്കി 30,000 കൂടെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിയമപരമായിട്ട് കിട്ടാനുണ്ട് എങ്കിൽ അവരെന്താ ചെയ്യുന്നത്? ഈ ചെക്ക് തന്നെ വീണ്ടും അടുത്തൊരു എക്സിക്യൂഷനുമായിട്ട് പോകും. അതിനകത്ത് അവർ പറയും 30,000 ഞങ്ങൾക്ക് തരാനുണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ ഈ ചെക്ക് കേസിനകത്ത് വരുന്ന കക്ഷികൾക്ക് ശക്തമായിട്ട് അത് നിഷേധിക്കാം കോടതി പറയാം, ആദ്യത്തെ ചെക്ക് ഫയൽ ചെയ്ത സമയത്ത് ആ ബാങ്കിന് കിട്ടാനുള്ള തുക ഈ ചെക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് 70,000 അല്ലെ 60,000 മാത്രമായിരുന്നു. അത് അവർ ഈടാക്കി കഴിയുകയും ചെയ്തു. എന്നാൽ ഇപ്പം വീണ്ടും കൊണ്ടുവന്ന് ഈ തുക ഇനിയും കിട്ടാനുണ്ടെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അത് നിയമത്തെ അതിജീവിക്കാൻ വേണ്ടി അവർ കാണിച്ചിട്ടുള്ള ചില തന്ത്രങ്ങളാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ ആ കേസ് കോടതിയിൽ നിന്ന് തള്ളിപ്പോവും. അതാണ് അതിൻ്റെ നിയമം. അതാണ്. അപ്പം സെക്യൂരിറ്റി ചെക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതേ തുക ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകാർ ചെക്ക് എക്സിക്യൂഷൻ ഫയൽ ചെയ്യുമ്പോൾ ആ ചെക്ക് എക്സിക്യൂഷനകത്ത് ഈ കക്ഷിക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള അവസരമുണ്ട്. ഒബ്ജക്ഷൻ ഫയൽ ചെയ്താൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് അങ്ങനെ പിന്നെ ബാങ്കിന് ഇങ്ങനെ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ തുക അറിഞ്ഞുകൊണ്ട് പല വക്കീലന്മാരും ചേർന്ന് അങ്ങനെ ചെയ്യുന്നതാണ്. അതെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിക്കുമല്ലോ. അപ്പം ഒരു തരത്തിലൊരു പൂട്ട് വീഴുമ്പം ആ പൂട്ടിനെ തുറക്കാനുള്ള മറ്റൊരു വശം അവർ ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി ചെക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഗ്യാരണ്ടി ചെക്ക് പ്രസന്റ് ചെയ്ത് അവർ കേസ് ഫയൽ ചെയ്യാം. അവർക്ക് കോടതിയിൽ ഡീറ്റെയിൽഡ് കേസ് ഫയൽ ചെയ്യാം. നമ്മൾ എക്സിക്യൂഷൻ കേസ് അല്ല അവർക്ക് ലോൺ അഗ്രിമെന്റ് ഉണ്ടല്ലോ സാർ. ഈ ചെക്ക് ഇപ്പൊ ഗ്യാരണ്ടി ചെക്ക് ബാങ്കിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അവര് ലോൺ കൊടുക്കുന്ന സമയത്ത് വിശദമായ നല്ല വ്യക്തമായ ലോൺ അഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ ലോൺ അഗ്രിമെന്റ് മാത്രം വെച്ചുകൊണ്ട് അവർക്ക് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. അതേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ അവർക്ക് ജഡ്ജ്മെന്റ് കിട്ടും. ആ ജഡ്ജ്മെന്റ് വെച്ചുകൊണ്ട് എക്സിക്യൂഷന് കൊടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ സാധിക്കും. മുമ്പുണ്ടായിരുന്ന അതേ ചാനൽ കോടതി പോവാ, നമ്മളൊരു കോർട്ട് ഓർഡർ വാങ്ങുക, ആ ഓർഡർ ഉണ്ടെന്ന് എക്സിക്യൂഷന്. അതെ. ഇപ്പൊ അവര് നോട്ടീസ്, ബാങ്കുകാർ ആദ്യം ഒരു നോട്ടീസ് അയക്കുന്നു, നിങ്ങളുടെ ലോൺ എമൗണ്ടിൽ ഇത്ര തുക ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട്, നിങ്ങളെ ഡ്യൂ ആക്കിയിരിക്കുകയാണ് തുക, അതുകൊണ്ട് നിങ്ങൾ ഇത്ര ദിവസത്തിനകം പണം കൊണ്ടൊന്ന് അടച്ചു തീർത്ത് കുടിശ്ശിക തീർക്കുകയോ അല്ലെങ്കിൽ ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത പക്ഷം നിങ്ങൾക്കെതിരായിട്ട് സിവിൽ കേസ് കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് കക്ഷിക്ക് ഒരു നോട്ടീസ് കൊടുക്കും. അതിനുശേഷവും പൈസ കൊണ്ട് അടയ്ക്കുന്നില്ലെങ്കിൽ നേരെ ബാങ്കിന് കോടതിയെ സമീപിച്ചുകൊണ്ട് കേസായിട്ട് ഫയൽ ചെയ്യാം. അവിടെ നിന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എക്സിക്യൂഷൻ, ആ ജഡ്ജ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ അത് കൊണ്ടുപോയി എക്സിക്യൂട്ടും ചെയ്യാം. എന്തായാലും ഗ്യാരണ്ടി ചെക്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിയമസംബന്ധമായ നിങ്ങളുടെ മറ്റ് സംശയങ്ങൾക്കുള്ള മറുപടി അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം. നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ 0019843242424 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശമായി അയയ്ക്കുക.